ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ദ ഹണി മാംഗോ ട്രീ എന്ന പാഠഭാഗത്തെ ആക്ടിവിറ്റീസ് ഇന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ദ ഹണി മാംഗോ ട്രീ. You know this tree has a special place in my heart, Rashid, my neighbor said to me as we stood under the mango tree. Rashid paused as his son, a young boy of 16, walked up with a plate of ripe mango slices. Did you like the mango? Rashid enquired, after I had made a quick feast of it. Like it, it tastes like honey. Did you plant this tree? Not exactly. This mango tree has an interesting story. That is why I said it has a special place in my heart. Rashid started telling the story. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നേ? നിനക്കറിയാമോ, ഈ മരത്തിന് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഞങ്ങൾ മാവിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ അയൽവാസിയായ റഷീദ് എന്നോട് പറഞ്ഞു. 16 വയസ്സുള്ള മകൻ പഴുത്ത മാങ്ങ കഷ്ണങ്ങളുള്ള ഒരു പ്ലേറ്റുമായി നടന്നു വന്നപ്പോൾ റഷീദ് തൽക്കാലത്തേക്ക് സംസാരം നിർത്തി. മാമ്പഴം ഇഷ്ടപ്പെട്ടോ? എനിക്ക് പെട്ടെന്ന് വിരുന്നൊരുക്കിയ ശേഷം റഷീദ് അന്വേഷിച്ചു. ഇഷ്ടപ്പെട്ടു. ഇത് തേൻ പോലെയാണ്. നീയാണോ ഈ മരം നട്ടത്? ശരിക്കുമല്ല. ഈ മാമ്പഴത്തിന് രസകരമായ ഒരു കഥയുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഹൃദയത്തിൽ അതിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. റഷീദ് കഥ പറഞ്ഞു തുടങ്ങി. It happened long ago. I was a young bachelor. I had gone to visit my young brother, who was a police inspector. He worked in a small town about 75 miles away from here. It was a hot day. I set out on a stroll in the evening. I had not gone far when I saw an old man lying under a tree. His beard was long and his hair overgrown. He looked about 18. As I approached, I heard him groaning in pain. He looked badly ill. Give me some water, son, he said in a hoarse whisper as he saw me. I saw a pretty young woman sitting at the sit-out of a house across the road, reading a paper. I asked her for some water. She was pushed as I started walking away with the pitcher of water. I told her about the old man. She got up and came with me. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നേ? ഈ കഥ പണ്ട് സംഭവിച്ചതാണല്ലേ. ഞാൻ ഒരു യുവ ബാച്ചലറായിരുന്നു. പോലീസ് ഇൻസ്പെക്ടറായിരുന്ന എൻ്റെ ഇളയ സഹോദരനെ കാണാൻ പോയതായിരുന്നു ഞാൻ. അവിടെ നിന്ന് 75 മൈൽ അകലെയുള്ള ഒരു ചെറിയ പട്ടണത്തിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അന്ന് ഒരു ചൂടുള്ള ദിവസമായിരുന്നു. വൈകുന്നേരം ഞാൻ നടക്കാനിറങ്ങി. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു വൃദ്ധൻ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അധിക ദൂരം പോയില്ല. അദ്ദേഹത്തിൻ്റെ താടി നീളം കൂടിയതും തലമുടി നീട്ടി വളർത്തിയതുമായിരുന്നു. ഏകദേശം 80ഓളം വയസ്സ് തോന്നിക്കും. ഞാൻ അടുത്തു ചെന്നപ്പോൾ അദ്ദേഹം വേദന കൊണ്ട് ഞരങ്ങുന്നത് ഞാൻ കേട്ടു. അദ്ദേഹത്തിന് മാരകമായ അസുഖമുള്ളതായി കാണപ്പെട്ടു. എനിക്ക് കുറച്ചു വെള്ളം തരൂ മകനേ, അദ്ദേഹം എന്നെ കണ്ടപ്പോൾ പരുക്കൻ ശബ്ദത്തിൽ പറഞ്ഞു. റോഡിന് എതിർവശമുള്ള ഒരു വീടിൻ്റെ സിറ്റൗട്ടിൽ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരിയായ ഒരു യുവതിയെ ഞാൻ കണ്ടു. ഞാൻ അവളോട് കുറച്ച് വെള്ളം ചോദിച്ചു. വെള്ളമുള്ള കുടവുമായി ഞാൻ നടക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അമ്പരന്നു. ഞാൻ അവളോട് വൃദ്ധനെക്കുറിച്ചു പറഞ്ഞു. അവൾ എഴുന്നേറ്റ് എൻ്റെ കൂടെ വന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് ദ അപ്പിയറൻസ് ഓഫ് ദ ഓൾഡ് മാൻ. വൃദ്ധൻ്റെ രൂപഭാവം വിവരിക്കുക. അപ്പം എന്തായിരിക്കും? The old man was lying under a tree. He had a long beard and his hair was overgrown. He looked about 80. He was groaning in pain.
He looked badly ill. Next question. Where was the young woman sitting? What was she doing? എവിടെയാണ് ചെറുപ്പക്കാരിയായ സ്ത്രീ ഇരുന്നത്? അവൾ എന്ത് ചെയ്യുകയായിരുന്നു? The young woman was sitting at the seat out of a house across the road. She was reading a paper. When I gave the pitcher of water to the old man, he did something amazing. He got up with great difficulty. Instead of drinking the water, he walked up to a withered sapling of a mango tree. It had sprouted from the seed which had been thrown away by a wayfarer. The old man poured half the water on it. He went back to the tree under which he had been resting. He sat down, drank the water, and prayed silently. I am Yusuf Siddiq, a fakir. The old man started to speak. I have no kith or kin. I have spent most of my time traveling from place to place. I am Rashid. I am introduced myself. I am a school teacher. I am Asma. The young woman said, I am a school teacher too. God bless you. The old man lay down again. He was dying. He breathed his last as we watched. I went home to get my brother. We buried him in the local graveyard. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഒരു കുട വെള്ളം വൃദ്ധന് നൽകിയപ്പോൾ അദ്ദേഹം അത്ഭുതകരമായ ഒരു കാര്യം ചെയ്തു. വളരെ പ്രയാസപ്പെട്ടാണ് അദ്ദേഹം എഴുന്നേറ്റത്. വെള്ളം കുടിക്കുന്നതിന് പകരം അദ്ദേഹം ഒരു മാവിൻ തൈയുടെ അടുത്തേക്ക് നടന്നു. ഒരു വഴിയാത്രക്കാരൻ വലിച്ചെറിഞ്ഞ വിത്തിൽ നിന്നാണ് അത് മുളച്ചത്. വൃദ്ധൻ പകുതി വെള്ളം അതിലൊഴിച്ചു. എന്നിട്ട് താൻ വിശ്രമിച്ചുകൊണ്ടിരുന്ന മരത്തിന്റെ അടുത്തേക്ക് മടങ്ങി. അദ്ദേഹം അവിടെ ഇരുന്ന് വെള്ളം കുടിച്ച് നിശബ്ദമായി പ്രാർത്ഥിച്ചു. ഞാൻ യൂസഫ് സിദ്ദിഖ്, ഒരു ഫക്കീർ, വൃദ്ധൻ പറയാൻ തുടങ്ങി. എനിക്ക് കുടുംബമോ ബന്ധുക്കളോ ഇല്ല. ഞാൻ എൻ്റെ സമയത്തിൻ്റെ ഭൂരിഭാഗവും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാൻ ചിലവഴിച്ചു. ഞാൻ റഷീദ്. ഞാൻ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ ഒരു സ്കൂൾ അധ്യാപകനാണ്. ഞാൻ അസ്മയാണ്, യുവതി പറഞ്ഞു. ഞാനും ഒരു സ്കൂൾ ടീച്ചറാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൃദ്ധൻ വീണ്ടും കിടന്നു. അദ്ദേഹം മരിക്കുകയായിരുന്നു. ഞങ്ങൾ നോക്കി നിൽക്കെ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. ഞാൻ എൻ്റെ സഹോദരനെ കൊണ്ടുവരാൻ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ അദ്ദേഹത്തെ പ്രാദേശിക ശ്മശാനത്തിൽ അടക്കം ചെയ്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് അമേസിംഗ് തിങ്സ് ഡിഡ് ദ ഓൾഡ് മാൻ ഡു? വൃദ്ധൻ ചെയ്ത ആശ്ചര്യകരമായ കാര്യം എന്താണ്? ദ ഓൾഡ് മാൻ ഹു വാസ് അബൌട്ട് ടു ഡൈ poured half of the drinking water. He got on a withered sapling despite his extreme thirst and weakness. I had found a sum of 6 rupees in his pocket. Asma and I put in 5 rupees each. I bought sweets for the amount and Asma distributed them to the children at her school. Asma watered the sapling every day. It soon sprouted fresh leaves. A little later, Asma and I were married. When I built his house, I carefully uprooted the saplings and brought it home. Asma and I planted it here. We watered it regularly and manured it with ash and dung. We added some humps and bone meal later. In no time, it rose to the sky and spread its canopy. And here you are. Rashid smiled pleasantly and put his arms around the tree. As I turned to go home, Rashid's son called me from behind. He held in his hand some mangoes wrapped in a newspaper. Mother asked me to give you these. I smiled. Thank you, son. We live next door to each other, but I still don't
know your name? Yusuf Siddiq. Yusuf Siddiq. Yes, uncle. Yusuf Siddiq. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ 6 രൂപ കണ്ടെടുത്തു. ഞാനും അസ്മയും 5 രൂപ വീതം ഇട്ടു. ആ തുകയ്ക്ക് ഞാൻ പലഹാരങ്ങൾ വാങ്ങി. അസ്മ അവളുടെ സ്കൂളിലെ കുട്ടികൾക്ക് അവ വിതരണം ചെയ്തു. അസ്മ എല്ലാ ദിവസവും തൈ നനച്ചു. താമസിക്കാതെ അതിന് പുതിയ ഇലകൾ മുളച്ചു. കുറച്ചു കഴിഞ്ഞ് ഞാനും അസ്മയും വിവാഹിതരായി. ഈ വീട് പണിയുമ്പോൾ ഞാൻ ശ്രദ്ധാപൂർവം ആ തൈ പിഴുതെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞാനും അസ്മയും ചേർന്നാണ് അത് അവിടെ നട്ടത്. അതിന് സ്ഥിരമായി വെള്ളമൊഴിച്ച് ചാരവും ചാണകവും ഇട്ട് വളപ്രയോഗം നടത്തി. പിന്നീട് കുറച്ചു ജൈവവളവും എല്ലുപൊടിയും ചേർത്തു. അധിക നാൾ കഴിയുന്നതിന് മുമ്പ് അത് വളർന്ന് ശാഖകൾ വിരിച്ചു. നിങ്ങളും ഇതാ ഇവിടെ എത്തി. റഷീദ് ആഹ്ലാദത്തോടെ ചിരിച്ചുകൊണ്ട് മരത്തെ ചുറ്റിപ്പിടിച്ചു. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ റഷീദിന്റെ മകൻ പിറകിൽ നിന്ന് എന്നെ വിളിച്ചു. പത്രത്തിൽ പൊതിഞ്ഞ കുറേ മാമ്പഴങ്ങൾ അവന്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് തരാൻ അമ്മ എന്നോട് പറഞ്ഞു. ഞാൻ പുഞ്ചിരിച്ചു. നന്ദി മകനേ. നമ്മൾ അടുത്ത വീടുകളിലാണ് താമസിക്കുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോഴും നിന്റെ പേര് അറിയില്ല. യൂസഫ് സിദ്ദിഖ്. യൂസഫ് സിദ്ദിഖ്? അതെ അങ്കിൾ, യൂസഫ് സിദ്ദിഖ്. About the author, വൈക്കം മുഹമ്മദ് ബഷീർ was a famous Malayalam writer. He is known as Bepur Sultan. He was a humanist freedom fighter, novelist and short story writer. His notable works include ബാല്യകാലസഖി ആൻഡ് ഉപ്പാപ്പക്കൊരാനയുണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്, എക്സെട്ര. He was awarded the Padma Shri by the Government of India in 1982. ഇനി നമുക്ക് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1, തിയേറ്റർ ഗെയിം. Enact the story The Honey Mango Tree with the help of your teacher. You can make use of some properties along the background music. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ അധ്യാപകൻ്റെ സഹായത്തോടെ ഈ ഹണി മാംഗോ ട്രീ എന്ന കഥ അവതരിപ്പിക്കുക. പശ്ചാത്തല സംഗീതത്തോടൊപ്പം നിങ്ങൾക്ക് ചില പ്രോപ്പർട്ടികൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ ആക്ടിവിറ്റി നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് നമുക്ക് ക്യാരക്ടേഴ്സ് വേണമല്ലേ. അപ്പം വൈക്കം മുഹമ്മദ് ബഷീർ ഉണ്ട്, പിന്നെ റഷീദ് അയൽവാസി അല്ലെ, റഷീദ് നെയ്ബർ, അസ്മ റഷീദിന്റെ ഭാര്യ, റഷീദ് വൈഫ്, യൂസഫ് സിദ്ദിഖ് ഓൾഡ് മാൻ വൃദ്ധൻ, പിന്നെ യങ് യൂസഫ് സിദ്ദിഖ് റഷീദിന്റെ സണ്ണ്. ഫസ്റ്റ് സീൻ 1, കർട്ടൻ റേസസ്. The country yard of a house. The back curtain has the picture of a mango tree on it. 2 armchairs. Rashid is sitting in one of them. Bashir enters. First Rashid പറയുന്നത്. Rashid, hi Bashir, come. I was thinking of you. Come sit. Bashir, it is comfortable to sit under the shade of the mango tree in the evening. Rashid, and the gentle wine. Rashid's son come to the scene with a plate of ripe mango slices. ഫസ്റ്റ് സീനിൽ കർട്ടൻ ഉയർന്നു അല്ലേ. ഒരു വീടിൻ്റെ മുറ്റം, പിന്നിലെ കർട്ടനിൽ ഒരു മാമ്പഴത്തിൻ്റെ ചിത്രമുണ്ട്, പിന്നെ 2 ചാരി കസേരകൾ, അതിലൊന്നിൽ റഷീദ് ഇരിക്കുന്നു. ബഷീർ അകത്ത് കയറി. റഷീദ് പറയുന്നു, ഹായ് ബഷീർ, വരൂ, ഞാൻ നിന്നെ കുറിച്ചാണ് ചിന്തിച്ചത്, വരൂ ഇരിക്കൂ. ബഷീർ, വൈകുന്നേരം മാവിൻ്റെ തണലിൽ ഇരിക്കാൻ സുഖം. റഷീദ്, പിന്നെ ഒരു ഇളം കാറ്റം. പഴുത്ത മാങ്ങ കഷ്ണങ്ങളുള്ള പ്ലേറ്റുമായി റഷീദിന്റെ മകൻ രംഗത്ത് എത്തി. റഷീദ് സൺ, ഡാഡ്, ഹിയർ ആർ ദ മാംഗോ സ്ലൈസസ് ഫോർ യു. റഷീദ് ടു ബഷീർ, ഹാവ് ഇറ്റ്. ബോത്ത് ഓഫ് ദം ഈറ്റ് ദ മാംഗോ സ്ലൈസസ്. ബഷീർ, യമ്മി. ഹിസ് ഫേസ് ബ്രൈറ്റസ് ആസ് ഹി ഈറ്റ്സ് ദ ഫ്രൂട്ട് ആൻഡ് എൻജോയ് ഇറ്റ്സ് ടേസ്റ്റ്. Rashid, you like it? Bashir, it tastes like honey. Did you plant this tree? Rashid, not exactly. This mango tree has an interesting story. It has a special place in my heart. Bashir, really? I am crazy to hear stories. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? റഷീദിന്റെ മകൻ, അച്ഛാ ഇതാ അച്ഛൻ്റെ മാങ്ങാ കഷ്ണങ്ങൾ. റഷീദ് ബഷീറിനോട് പറഞ്ഞുകൊണ്ട് 2 മാങ്ങാ കഷ്ണങ്ങൾ കൊടുത്തു. ബഷീർ, രുചികരമായ പഴം. റഷീദ്,
നീ ഇത് ഇഷ്ടപ്പെടുന്നോ? ബഷീർ: ഇത് തേൻ പോലെയാണ്. നീയാണോ ഈ മരം നട്ടത്? റഷീദ്: അല്ല, ഈ മാമ്പഴത്തിന് രസകരമായ ഒരു കഥയുണ്ട്. പിന്നെ എൻ്റെ ഹൃദയത്തിൽ അതിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. ബഷീർ: ശരിക്കും? എനിക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണ്. അടുത്തത് സീൻ 2. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. An old man is lying on the left side of the stage. In the background curtain there is a tree on the village roadside. The other side the curtain pictures the sit out of a house. A young lady is sitting there and reading the newspaper. Rashid: look like a young bachelor enters from the left side of the stage. Look at the old man. Old man: give me some water. Son, son. Background music. Rashid sits near the old man and tries to comfort him. ഇനി അടുത്തത് രംഗം 2. പിന്നെ ഒരു പശ്ചാത്തല സംഗീതം. വേദിയുടെ ഇടതുവശത്തായി ഒരു വൃദ്ധൻ കിടക്കുന്നു. പശ്ചാത്തല കർട്ടനിൽ ഗ്രാമത്തിന്റെ റോഡരികിൽ ഒരു മരമുണ്ട്. മറുവശത്ത് ഒരു വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ചിത്രമുണ്ട്. ഒരു യുവതി അവിടെ ഇരിക്കുന്നു, പത്രം വായിക്കുന്നു. റഷീദ്: ഒരു യുവ ബാച്ചിലറെ പോലെയാണ്. സ്റ്റേജിന്റെ ഇടതുവശത്ത് നിന്ന് പ്രവേശിക്കുന്നു. വൃദ്ധനെ നോക്കുന്നു. വൃദ്ധൻ: തരൂ, എനിക്ക് കുറച്ചു വെള്ളം മകനെ, മകനെ. പശ്ചാത്തല സംഗീതം. റഷീദ് വൃദ്ധന്റെ അടുത്ത് ചെന്ന് വൃദ്ധനെ ആശ്വസിപ്പിക്കുന്നു. അടുത്തത് റഷീദ്: ഡോണ്ട് വറി, ഐ വിൽ ബ്രിങ് യു വാട്ടർ. ലുക്ക് അറ്റ് ദ ലേഡി സിറ്റിംഗ് ഓൺ ദ സിറ്റ് ഔട്ട്. Walk toward here. Will you please give me some water? Lady gets up. Oh, sure. Rashid: not for me. There is an old man lying under that tree. He is groaning. Lady: oh, I will bring water soon. Goes in and come out with a pitcher of water in her hand and also coming with you. What happened to that old man? അപ്പം എന്താ റഷീദ് പറഞ്ഞേ? വിഷമിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവരാം. സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന സ്ത്രീയെ നോക്കുന്നു. അവളുടെ അടുത്തേക്ക് നടന്നു. ദയവായി എനിക്ക് കുറച്ച് വെള്ളം തരുമോ? സ്ത്രീ എഴുന്നേറ്റു. ഓ, തീർച്ചയായും. റഷീദ്: എനിക്കല്ല, ആ മരത്തിന്റെ ചുവട്ടിൽ ഒരു വൃദ്ധൻ കിടക്കുന്നു, അവൻ ഞെരുങ്ങുകയാണ്. സ്ത്രീ: ഓ, ഞാൻ വേഗം വെള്ളം കൊണ്ടുവരാം. അകത്തേക്ക് പോയി അവളുടെ കയ്യിൽ ഒരു കുടം വെള്ളവുമായി പുറത്തേക്ക് വരുന്നു. ഞാനും നിങ്ങളുടെ കൂടെ വരുന്നു. ആ വൃദ്ധനെ എന്തു സംഭവിച്ചു? റഷീദ്: ഐ തിങ്ക് ഹി ഈസ് ബാഡ്ലി ഇൽ. ബോത്ത് ഓഫ് ദം ഗോ ടു ദ ഓൾഡ് മാൻ. ലേഡി: ഹി ഈസ് റിയലി ഇൻ നീഡ് ഓഫ് ഹെൽപ്പ്. ഗോഡ് ഹിംസെൽഫ് ഹാസ് ബ്രോട്ട് യു ഹിയർ. റഷീദ് റീച്ചസ് നിയർ ദ ഓൾഡ് മാൻ, സിറ്റ് ആൻഡ് ഹെൽപ്സ് him get up. Here is water, drink. Lady gives the pitcher of water to the old man. Background music. റഷീദ്: വല്ലാത്ത അസുഖമാണെന്ന് തോന്നുന്നു. ഇരുവരും വൃദ്ധന്റെ അടുത്തേക്ക് പോകുന്നു. ലേഡി: അയാൾക്ക് ശരിക്കും സഹായം ആവശ്യമാണ്. ദൈവം തന്നെയാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. റഷീദ് വൃദ്ധന്റെ അടുത്തെത്തി ഇരുന്നു എഴുന്നേൽക്കാൻ സഹായിക്കുന്നു. ഇതാ വെള്ളം, കുടിക്കൂ. സ്ത്രീ കുടം വെള്ളം വൃദ്ധന് നൽകുന്നു. പശ്ചാത്തല സംഗീതം. The old man gets up with great difficulty, walks up to the withered saplings on the roadside, pours half of the water on it, goes back to the tree, sit, drink water, prays silently. Old man: I am Yusuf Siddiq. I have no kith or kin. I have spent most of the time traveling from place to place. Rashid: I am Rashid. I am a school teacher. Lady: I am Asma. I am a school teacher too. Background music. Rashid and Asma look at each other and smile. Old man: God bless you. Lies down again. Take breath and great effort. Rashid: oh, he is dying. വൃദ്ധൻ വളരെ പ്രയാസപ്പെട്ട് എഴുന്നേൽക്കുന്നു അല്ലേ? റോഡരികിലെ ഉണങ്ങിപ്പോയ തൈയുടെ അടുത്തേക്ക് നടക്കുന്നു. അതിൽ പകുതി വെള്ളം ഒഴിക്കുന്നു. മരത്തിലേക്ക് മടങ്ങുന്നു. പിന്നെ ഇരുന്നു വെള്ളം കുടിക്കുന്നു. നിശബ്ദമായി പ്രാർത്ഥിക്കുന്നു. വൃദ്ധൻ: ഞാൻ യൂസഫ് സിദ്ദിഖ്. എനിക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ല. സ്ഥലങ്ങളിൽ നിന്ന് മറ്റൊരിടത്തേക്കുള്ള യാത്രയിലാണ് ഞാൻ കൂടുതൽ സമയവും ചെലവഴിച്ചത്.
പിന്നെ റഷീദ് പറഞ്ഞു, ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. പിന്നെ അസ്മ, ഞാനും ഒരു സ്കൂൾ ടീച്ചറാണ്. പശ്ചാത്തല സംഗീതം. റഷീദും അസ്മയും പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നു. വൃദ്ധൻ പറഞ്ഞു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നെ വീണ്ടും കിടന്നു. വളരെ പ്രയത്നത്തോടെ ശ്വാസമെടുക്കുന്നു. റഷീദ്, അയ്യോ, അദ്ദേഹം മരിക്കുകയാണ്. ലേഡി, മൈ ഗോഡ്, ബോത്ത് ഓഫ് ദം സിറ്റ് നിയർ ദ മാൻ. റഷീദ് ഹോൾഡ് him in his hand. Old man take his breath. Background music. സ്ത്രീ, അസ്മ, എൻ്റെ ദൈവമേ, ഇരുവരും ആ മനുഷ്യന്റെ അടുത്ത് ഇരിക്കുന്നു. റഷീദ് അവന്റെ കൈകളിൽ പിടിച്ചിരിക്കുന്നു. വൃദ്ധൻ അവസാന ശ്വാസം എടുക്കുന്നു. പിന്നെ പശ്ചാത്തല സംഗീതം. അടുത്തത് സീൻ 3, രംഗം 3. Setting the same as in the first scene, Bashir and Rashid sitting under the mango tree. Bashir, then what did you do? Rashid, we buried him in the local graveyard. A little later, Asma and I were married. Bashir, oh, that is a wonderful love story. Rashid, when this house was built, I carefully uprooted the saplings and brought it here. Asma and I together planted it in the compound. We watered it regularly and manured it with ash and dung. In a short time, the saplings grew up well and produced many branches. അടുത്തത് രംഗം 3. ആദ്യ സീനിലെ പോലെ തന്നെ ക്രമീകരിക്കണം. ബഷീറും മാവിന് ചുവട്ടിൽ ഇരിക്കുന്ന റഷീദ്. ബഷീർ, പിന്നെ എന്ത് ചെയ്തു? റഷീദ്, അദ്ദേഹത്തെ നാട്ടിലെ ശ്മശാനത്തിൽ അടക്കം ചെയ്തു. കുറച്ചു കഴിഞ്ഞ് ഞാനും അസ്മയും വിവാഹിതരായി. ബഷീർ, ഓ, അതൊരു പ്രണയകഥയാണ്. റഷീദ്, ഈ വീട് പണിതപ്പോൾ ഞാൻ ശ്രദ്ധാപൂർവം ആ തൈ പറിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്നു. ഞാനും അസ്മയും ചേർന്ന് അത് വളപ്പിൽ നട്ടു. സ്ഥിരമായി വെള്ളമൊഴിച്ച് ചാരവും ചാണകവും ഇട്ട് വളപ്രയോഗം നടത്തി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തൈ നന്നായി വളർന്നു, ധാരാളം ശാഖകൾ ഉൽപ്പാദിപ്പിച്ചു. Smiles pleasantly and put his hand around the tree. Bashir, I am moved by the story. I really congratulated you. Rashid, some come to the scene with some mangoes wrapped in a newspaper. Rashid's son, Mom asked me to give you these ripe mangoes. Give the mangoes. Bashir receives the mangoes with a smile. Thank you, dear. I am sorry. I am living next door to you. It is a pity. I don't know your name. Rashid's son, Yusuf Siddiq. Bashir with wonder, Yusuf Siddiq? Bashir's son, yes uncle, Yusuf Siddiq. Background music, curtain falls. റഷീദ് ആ മരത്തിനെ കെട്ടിപ്പിടിച്ചു അല്ലേ? എന്നിട്ട് ബഷീർ പറഞ്ഞു, ഓ, ഈ കഥ എന്നെ നല്ല രീതിയിൽ പ്രേരിപ്പിച്ചു. ഞാൻ ശരിക്കും നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഒരു പത്രത്തിൽ പൊതിഞ്ഞ മാങ്ങകളുമായി റഷീദിന്റെ മകൻ രംഗത്തെത്തി. റഷീദിന്റെ മകൻ, ഈ പഴുത്ത മാമ്പഴങ്ങൾ താങ്കൾക്ക് തരാൻ അമ്മ എന്നോട് പറഞ്ഞു. മാമ്പഴം നൽകുന്നു. ബഷീർ പുഞ്ചിരിയോടെ മാമ്പഴം സ്വീകരിക്കുന്നു. മകനെ, നന്ദി. എന്നോട് ക്ഷമിക്കൂ. എങ്കിലും ഞാൻ നിങ്ങളുടെ വീടിന്റെ അടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. ഇത് കഷ്ടമാണ്. നിങ്ങളുടെ പേര് ഇതുവരെ എനിക്കറിയില്ല. റഷീദിന്റെ മകൻ, യൂസഫ് സിദ്ദിഖ്. ബഷീർ അത്ഭുതത്തോടെ, യൂസഫ് സിദ്ദിഖോ? റഷീദിന്റെ മകൻ, അതെ, യൂസഫ് സിദ്ദിഖ്. പശ്ചാത്തല സംഗീതം. തിരശീല വീഴുന്നു. ആക്ടിവിറ്റി 2, റീഡ് ദ സ്റ്റോറി ദ ഹണി മാംഗോ ട്രീ ആൻഡ് ഫൈൻഡ് സെന്റൻസ് റിലേറ്റഡ് to the picture given here. Write the sentence under the each picture. താഴെ 4 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ 4 പിക്ചറിനും ടെക്സ്റ്റ് ബുക്ക്, അതായത് പാഠഭാഗം വായിച്ചിട്ട് അതിൻ്റെ സെൻറ്റൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ പ്രവർത്തനം ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ പിക്ചർ, എസ് റഷീദ് സ്റ്റാൻഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ മാംഗോ ട്രീ. ഹിസ് സൺ വാക്സ് അപ്പ് വിത്ത് എ പ്ലേറ്റ് ഓഫ് റൈപ്പ് മാംഗോ സ്ലൈസസ്. അടുത്തത്, റഷീദ് പ്ലാന്റ്സ് the sapling of a mango tree in the soil. അടുത്തത്, an old man is lying under a tree. അടുത്തത്, Asma is watering the sapling. അപ്പോൾ ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.